ഓക്കെ, നൗ വി ആർ ഇൻസൈഡ് അമ്മച്ചി കൊട്ടാരം. അപ്പോൾ അമ്മച്ചി കൊട്ടാരത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ എല്ലാവരും കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നമ്മൾ പ്രാവശ്യം കയറി എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണിക്കാം. ഓക്കെ, വാട്സപ്പ്. അപ്പോൾ ദേ നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ 19th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്ത ഒരു കൊട്ടാരമാണ്. അതായത് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു സമ്മർ വെക്കേഷൻ ടൈമിൽ വേണ്ടി ആ വൈഫിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലക്ഷറിയസ് ഡെസിഗ്നേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പണിത ഒരു കൊട്ടാരമാണിത്. അപ്പോൾ അത് നമ്മുടെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഇത് പണിത്. അതായത് 19th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടമാണ്. ഒരു 1850-60 ടൈമിലൊക്കെയാണ് ഇത് പണിതത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ആ ഒരു സീലിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പോയെന്ന് വെച്ചാലും ആ ഒരു സീലിങ്ങൊക്കെ ഭയങ്കര ഉറച്ചൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ സീക്രട്ട് ടണൽസ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ ആൻറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന രൂപത്തിലായിരുന്നു മുഴുവനായിട്ട് ഇരുന്നിരുന്നത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ കുറേ ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കറങ്ങി കാണുകയാണ്. അപ്പോൾ ആ നടുക്കുള്ള ഭാഗത്തായിട്ട് കുറേ പ്ലാന്റ്സും ചെടികളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പല റൂംസ് ഉണ്ട്. ഒരു റൂമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ് ഓരോ റൂംസിനൊക്കെ. അപ്പോൾ നല്ല ഭംഗിയിൽ ആ ഒരു ശരിക്കും ആ പണ്ട് കാലത്ത് അപ്പോൾ എന്ത് ഭംഗിയായിരിക്കും ആ ഒരു വീടല്ലേ. അപ്പോൾ അവിടുത്തെ ആ ഒരു വൈഫിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് അമ്മച്ചി എന്നൊരു പേര് അവിടെ വന്നതും അമ്മച്ചി കൊട്ടാരം എന്നൊരു പേര് വന്നതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്കറിയില്ല ഇത് എത്രത്തോളം സത്യമാണെന്നൊന്നും, ബട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊക്കെയാണ് ഗൈസ്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയേക്കും ആ ഒരു ഹിസ്റ്ററിയുടെ കൂടെ നമ്മൾ ഈ വീടും ചുറ്റി കാണുമ്പോൾ നമുക്ക് ആ ഓരോ സീൻസ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരും. ശരിക്കും ആളുടെ ഇമേജ് നമ്മുടെ മൈൻഡിലില്ലെങ്കിലും ബട്ട് എന്തൊക്കെയൊക്കെയോ ഒരു പഴയ ഒരു ഇമേജസും ആ ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സൊക്കെ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് കയറി വരും. അപ്പോൾ അതിൽ പഴയ ഓരോ സാധനങ്ങൾ ഇരിക്കുന്ന കാണുമ്പോൾ അന്നൊക്കെ അവർ യൂസ് ചെയ്തതും അവരെങ്ങനെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ ആയിരിക്കും അവരിത് മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ ഉള്ള കാര്യം നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് കയറി വരും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും കയറി കണ്ടു കേട്ടോ. ലാസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിന്